ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എജുഫിക്സ്. 2025 ഡിസംബർ എക്സാമിനേഷൻ എഴുതുവാനുള്ള രജിസ്ട്രേഷൻ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഒക്ടോബർ 31 അതിനുശേഷം നമുക്ക് എക്സ്റ്റൻഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അഥവാ നമുക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എഴുതാതെ സബ്ജക്റ്റ് ഞങ്ങൾ ഫെയിൽ ആകുമോ? അതല്ല എങ്കിൽ അതിന് എന്തെങ്കിലും ഫൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പേയ്മെന്റ് റീഫണ്ട് ആയിട്ട് കിട്ടുമോ? ഇനി എപ്പോഴാണ് ആ ഒരു എക്സാം എനിക്ക് എഴുതാൻ കഴിയുക? അങ്ങനെ എഴുതാൻ കഴിയുമെങ്കിൽ ഇനി ഒന്നുകൂടി നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം തന്നെ നമുക്ക് ഇഗ്നോയുടെ എക്സാമിനെ കുറിച്ച് അറിയാം. അതായത് നമുക്ക് ഇഗ്നോയിൽ 2 തവണയായിട്ടാണ് എക്സാം നടക്കുന്നത്. നമുക്ക് ജൂൺ സെഷനിലും അതുപോലെ തന്നെ ഡിസംബർ സെഷനിലുമാണ് എക്സാം നടക്കുന്നത്. നിങ്ങളൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണ് ഈ ഒരു ജൂലൈ 2025 നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ 2025 എക്സാം എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ ഇയർലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അടുത്ത ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആകുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. നിങ്ങളൊരു സെമസ്റ്റർ വൈസ് എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, അതുപോലെ നിങ്ങൾ ഈ ഒരു ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 2026 ജൂൺ സെഷനിലെ ആ ഒരു എക്സാം എഴുതാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ എക്സാമും കൂടി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്തു എന്ന് കരുതി യാതൊരു പ്രോബ്ലവും ഇവിടെ വരാനില്ല. നിങ്ങളുടെ ഗ്രേഡ് കാർഡിലോ അതല്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിലോ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട്, അതല്ല എങ്കിൽ നിങ്ങൾ ഒരു എക്സാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മാർക്കും ഫെയിനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നതല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന എക്സാം നിങ്ങളുടെ കോഴ്സിന്റെ വാലിഡിറ്റി കഴിയുന്ന ആ ഒരു ടൈമിലല്ല എഴുതുന്നത് എന്ന് ഉറപ്പാക്കുക. കാരണം നിങ്ങൾ വാലിഡിറ്റി കഴിയാനായ ഒരു എക്സാം ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ ഒരു അവസരം കിട്ടണമെന്നില്ല. നിങ്ങളൊരു PG വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 4 വർഷമാണ്. ഈ ഒരു 4 വർഷത്തിനിടയിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു 4ാമത്തെ വർഷത്തെ ഡിസംബർ ആ ഒരു ടൈമിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഒരു ചാൻസ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ചാൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എക്സാം സ്കിപ്പ് ചെയ്യാതെ എഴുതുന്നതായിരിക്കും നല്ലത്. അതല്ലാത്ത എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെമസ്റ്റർ നിങ്ങൾ എഴുതുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സെഷനിലെ ജൂൺ 2026 എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്തത് കൊണ്ട് പ്രോബ്ലം ഇല്ല എന്നുള്ളത്. ഇനി കുറെ പേര് ചോദിക്കുന്നതാണ്, ഈ ഫണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുമോ? അതല്ല എങ്കിൽ നെക്സ്റ്റ് എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ ഇവിടെ പറയാനുള്ളത്, നമുക്ക് ഈ ഒരു എക്സാം നിങ്ങൾ സ്കിപ്പ് ചെയ്തു എന്ന് കരുതി നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് നിങ്ങളുടെ പണം തിരികെ ലഭിക്കുകയൊന്നുമില്ല. ഇനി നിങ്ങൾ അടുത്ത സെഷനിൽ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ എക്സാമിന്റെ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം ജൂൺ എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതല്ലാതെ ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ജൂണിലേക്ക് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറെ ഒരു ഡൗട്ടാണ്, അതായത് നമ്മളിപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസംബർ എക്സാമിനേഷൻ എഴുതുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എക്സാം സ്കിപ്പ് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഈ ഒരു അസൈൻമെന്റും ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് റീറൈറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് ഈ ഇഗ്നോയിൽ ഒരു തവണ മാത്രം ഒരു സബ്ജക്റ്റിന് നിങ്ങൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പ്രോഗ്രാമിൽ എത്ര സബ്ജക്റ്റ് ആണോ ഉള്ളത് അതിന് ഓരോന്നിനും വെവ്വേറെ ആയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതുവാൻ വേണ്ടിയിട്ട്. ആ ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ് എഴുതുക, അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു തവണ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇഗ്നോയിൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റിനും വെവ്വേറെ ആയിട്ട് തന്നെ പാസ്സാവേണ്ടതുണ്ട്. അങ്ങനെ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അസൈൻമെന്റ് രണ്ടാമത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് റീസബ്മിറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതുവാനും. അത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഓവറോൾ ഗ്രേഡ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ 30% അതുപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിന്റെ 70% ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിൽ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനുകൾ പെട്ടെന്ന് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.